നമസ്കാരം. നമ്മുടെ നാട്ടിൽ കാലം കാത്തുവച്ച കാവ്യനീതി എന്നൊരു പ്രയോഗമുണ്ട്. ഇത്തവണത്തെ ബഡ്ജറ്റിലൂടെ നമ്മളതും കണ്ടു. അതിൻ്റെ ബാക്കി പത്രം കാണാനിരിക്കുന്നതേയുള്ളൂ. കേരളത്തെ ഇന്നത്തെ അവസ്ഥയിൽ എത്തിച്ചതിൻ്റെ പ്രധാന ഉത്തരവാദിത്വം 91-ലെ ആന്റണി സർക്കാരും 2011-ലെ ഉമ്മൻചാണ്ടി സർക്കാരുമാണ്. 50-100 രൂപ കൂലി കിട്ടിക്കൊണ്ടിരുന്ന ഒരു തൊഴിലാളി 14 രൂപ കൊടുത്ത് ഒരു പാക്കറ്റ് ചാരായം മേടിച്ച് അടിച്ചിട്ട് വീട്ടിൽ പോയിക്കൊണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ കാലത്ത് ചാരായ നിരോധനം എന്ന കോമാളിത്തരം കേരളത്തിൽ അടിച്ചേൽപ്പിച്ചു. അതോടുകൂടി കേരളത്തിലെ തൊഴിൽ മേഖലയിൽ കൂലി ക്രമാതീതമായി വർദ്ധിച്ചു. സർക്കാർ ഓഫീസുകളിലെ കൈക്കൂലിയുടെ തോതും വലിയ തോതിൽ വർദ്ധിച്ചു. ഒരു സർക്കാർ ഓഫീസിൽ കേവലം 100 രൂപ മാത്രം കൈക്കൂലിക്ക് നടന്നുകൊണ്ടിരുന്ന ഒരു ഇടപാട് 24 മണിക്കൂറിനുള്ളിൽ 500 രൂപയായി മാറി. അതോടുകൂടി ആരെ കൊന്നിട്ടായാലും 10 കാശുണ്ടാക്കിയാലേ 2 അടിക്കാൻ പറ്റുമെന്ന അവസ്ഥയുണ്ടായി. കേരളത്തിലെ വർദ്ധിച്ച കൂലിയുടെ അടിസ്ഥാന കാരണം ഇതാണ്. കാർഷിക മേഖല തകർന്നടിയുവാനുള്ള പ്രധാന കാരണവും ഈ കൂലി വർധനവ് തന്നെയാണ്. മന്ത്രിസഭ, അതായത് ആന്റണി മന്ത്രിസഭ തീരുമാനിച്ചിരുന്നത് 200% വരെ ഡ്യൂട്ടി ഉയർത്താമെന്നായിരുന്നു. അതായത് പരമാവധി 200%. എന്നാൽ എ കെ ആന്റണി പത്രക്കാരോട് കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ 200%മായി ഡ്യൂട്ടി ഉയർത്താൻ തീരുമാനിച്ചുവെന്ന് പറഞ്ഞു. അതായത് 200% വരെ എന്നുള്ളത് 200%മായി. ഏതെങ്കിലും കാലത്ത് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഗവേഷണം നടത്തുന്ന വിദ്യാർത്ഥികൾ ഇത് മുന്നിൽ കണ്ടൊരു പ്രബന്ധം തന്നെ അവതരിപ്പിക്കാവുന്നതാണ്. അന്നൊരു ഹോൾസെയിൽ ഷാപ്പിൽ നിന്നും 90 രൂപയ്ക്ക് കിട്ടിയിരുന്ന ഒരു കുപ്പി ബ്രാൻഡി ഏപ്രിൽ 1-ാം തീയതി മുതൽ 212 രൂപയിലേക്ക് കുതിച്ചുയർന്നു. ഇതോടുകൂടി അന്ന് തൊഴിൽ മേഖലയിൽ 50 രൂപ കൂലി ഉണ്ടായിരുന്നത് 150 രൂപയായി. ചാരായ നിരോധനം ചാകരയാക്കാമെന്ന് കരുതിയ എറണാകുളത്തെ ഒരു ബാറുടമ വലിയ തുക മുടക്കി അദ്ദേഹത്തിൻ്റെ ഹോട്ടലിലെ മുറികളിൽ വില കുറഞ്ഞ മദ്യം വാങ്ങി സൂക്ഷിച്ചു. ഏപ്രിൽ 1-ന് മദ്യത്തിൻ്റെ വില വർദ്ധിച്ചപ്പോൾ അന്ന് ബാറുകൾ തോന്നിയ നിരക്കിൽ മദ്യം വിൽക്കാൻ ആരംഭിച്ചു. മദ്യവിൽപ്പനയ്ക്ക് മാത്രമായി അനുവദിച്ചിരിക്കുന്ന ബാർ റൂമിൽ വിൽപ്പന നടത്തിയാൽ സംഗതി ഓടില്ലെന്ന് മനസ്സിലാക്കിയ ബാറുടമ റെസ്റ്റോറൻറ്റിലും പാർട്ടി നടത്തുവാൻ ഉപയോഗിച്ചിരുന്ന ഹാളിലും മദ്യവിൽപ്പന അങ്ങ് ആരംഭിച്ചു. പാർട്ടി ഹാളിലെ 4 ഭിത്തികളിലും 3/4 അടി വീതിയിൽ പ്ലൈവുഡ് അടിച്ച് നിന്നുകൊണ്ട് മദ്യപിക്കാവുന്ന നിലവാരത്തിലുള്ള ബാർ റൂം സെറ്റ് ചെയ്തു. കേരളത്തിൽ നിൽപ്പനടി ആരംഭിച്ചത് അന്നാണ്. പിന്നീട് വന്ന ബാർ ക്ലാസിഫിക്കേഷൻ പ്രാധാന്യം വൈകുകയും ഇദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണത്തോടു കൂടിയ ഈ കാഴ്ചപ്പാട് എല്ലാ ബാറുകളും ലാഭത്തിലേക്ക് എത്തിക്കാൻ സഹായകരമാകുകയും ചെയ്യുമെന്ന് അവർ അങ്ങ് തീരുമാനമെടുത്തു. പിന്നീട് വന്ന സർക്കാർ ലൈസൻസ് ഫീസ് കൂടാതെ 25,000 രൂപ സർക്കാരിലേക്ക് അടച്ചാൽ ഹോട്ടലിൽ എവിടെയും മദ്യം വിളമ്പാമെന്ന നിയമം കൊണ്ടുവന്നു. അബ്കാരി നിയമത്തിൽ മദ്യത്തിൽ വെള്ളം ചേർക്കുന്നത് പോലെ വെള്ളം ചേർത്തു. അതോടുകൂടി മുഴുവൻ ഹോട്ടലുകാരും എറണാകുളത്തെ ബാറുടമയുടെ പിൻഗാമികളായി. ഈ എറണാകുളത്തെ ബാറുടമയുടെ ഫോട്ടോ എല്ലാ ബാറിലും സ്ഥാപിച്ച് മെഴുകുതിരി കത്തിക്കേണ്ടതാണ്. ആന്റണി മന്ത്രിസഭയുടെ കാലം കഴിഞ്ഞു. ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലത്ത് നിലവാരമില്ലാത്ത ബാറുകൾ പൂട്ടാനെന്ന് പറഞ്ഞ് കേരളത്തിലെ മുഴുവൻ ബാറുകളും പൂട്ടിയിടുന്ന അവസ്ഥയിലേക്ക് എത്തി. സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലായിരുന്നു നിലവാരമില്ലാത്ത ബാറുകൾ പൂട്ടാൻ നീക്കം നടത്തിയത്. സുപ്രീം കോടതി വിധി വന്ന മാർച്ച് മാസം 6-ാം തീയതി മുതൽ 2 പ്രാവശ്യം എക്സൈസ് വകുപ്പ് അഡ്വക്കേറ്റ് ജനറലിനോട് അഭിപ്രായം ചോദിച്ചു. നിയമമനുസരിച്ച് സർക്കാരിൻ്റെ ഏത് വകുപ്പും അഡ്വക്കേറ്റ് ജനറലിനോട് നിയമോപദേശം ചോദിക്കണമെങ്കിൽ നിയമവകുപ്പ് മുഖേന വേണം ചോദിക്കാൻ. ഇവിടെ എക്സൈസ് വകുപ്പും നിയമമറിയാവുന്ന അഡ്വക്കേറ്റ് ജനറലും ചട്ടം മാറ്റിവെച്ചാണ് നിയമോപദേശം ചോദിച്ചതും കൊടുത്തതും. ഒടുവിൽ മാർച്ച് മാസം 24-ാം തീയതിയിലെ ക്യാബിനറ്റ് മീറ്റിംഗ് നടക്കുന്നതിനിടെ ഈ ഫയൽ ഒപ്പിട്ട് നൽകണമെന്ന് എക്സൈസ് മന്ത്രി നിയമമന്ത്രി KM മാണിയോട് ആവശ്യപ്പെടുന്നു. നിയമമനുസരിച്ച് നിയമവകുപ്പിലൂടെ മാത്രമേ തനിക്ക് ഫയൽ കണ്ട് ഒപ്പിടാൻ സാധിക്കുകയുള്ളൂ എന്ന കാര്യം മന്ത്രി KM മാണി എക്സൈസ് വകുപ്പ് മന്ത്രിയെ ഓർമ്മിപ്പിച്ചു. ഇത് എക്സൈസ് മന്ത്രിയെയും കൂട്ടരെയും ചൊടിപ്പിച്ചു. KM മാണി അന്ന് അങ്ങനെ ഒരു തീരുമാനമെടുത്തില്ലായിരുന്നുവെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ കേസുകളുടെയും കിങ് പിന്നായി മാറിയേനെ. പാലക്കാരന് നിയമത്തിൽ അഗാധ പാണ്ഡിത്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം അതിൽ വീഴാതെ രക്ഷപ്പെട്ടത്. അല്ലായിരുന്നുവെങ്കിൽ ഈ ആക്ഷേപങ്ങൾ മുഴുവൻ സത്യമാണെന്ന് നിയമം വഴി സ്ഥാപിക്കപ്പെട്ടേനെ.
എക്സൈസ് മന്ത്രി കെ ബാബു ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാതെ വന്നപ്പോൾ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും KM മാണിയുടെ തലയിലേക്ക് കെട്ടിവെച്ചു. ബാർക്കോഴ ഉത്ഭവിക്കുന്നത് അങ്ങനെയാണ്. ഒടുവിൽ അത് KM മാണിയുടെ മുഴുവൻ പ്രതിച്ഛായയെയും ബാധിക്കുകയും മാണിയെ അകാല മരണത്തിലെത്തിക്കുകയും ചെയ്തു. ഇപ്പോൾ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകിക്കൊണ്ട് സർക്കാർ ഉണ്ടാക്കിയ പുതിയ ഉത്തരവാണ് ഇത്രയും കാര്യങ്ങൾ പറയാൻ കാരണം. വീര്യം കുറഞ്ഞ മദ്യം കഴിക്കുന്ന ഒരാൾ തൻ്റെ കണക്കനുസരിച്ചുള്ള വീര്യം ലഭിക്കുവാൻ, അല്ലെങ്കിൽ തൻ്റെ ശരീരം ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്ന വീര്യം ലഭിക്കുവാൻ ഇരട്ടിയിൽ കൂടുതൽ മദ്യപിക്കുമെന്ന കാര്യം സർക്കാർ ചിന്തിച്ചിട്ടുണ്ടോ എന്നറിയില്ല. വീര്യം കുറഞ്ഞ മദ്യം കഴിച്ചു പഠിച്ചവൻ കുറച്ച് കഴിയുമ്പോൾ വീര്യം കൂടിയ മദ്യത്തിലേക്ക് സ്ഥാനക്കയറ്റം മേടിക്കും. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിനെ താങ്ങി നിർത്തുന്ന ഏതോ ഒരു ഘടകത്തെ സന്തോഷിപ്പിക്കണം. അതിനപ്പുറത്തേക്ക് മദ്യനിരോധനത്തിന് യാതൊരു താല്പര്യവുമില്ല. മദ്യം നിരോധിച്ചിട്ട് കാര്യവുമില്ല. അത് വേറെ കാര്യം. ഈ വക കാര്യങ്ങളിൽ എടുത്തിയാടി അഭിപ്രായം പറയുന്ന ക്രൈസ്തവ സഭകളുടെ മേലാളന്മാരെയും ഇതുവരെ കണ്ടില്ല. ഇതിൽ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും അവർക്കുമില്ല. കർഷകരെ സഹായിക്കാൻ വേണ്ടി അവരുൽപ്പാദിപ്പിക്കുന്ന കൈതച്ചക്കയിൽ നിന്നും കശുമാങ്ങയിൽ നിന്നും മറ്റ് പഴവർഗ്ഗങ്ങളിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നമെന്ന നിലയിലാണ് വീര്യം കുറഞ്ഞ മദ്യം നിർമ്മിക്കാൻ അനുവദിച്ചത്. അന്നിറങ്ങിയ സർക്കാർ ഉത്തരവിൽ ഇത് വളരെ കൃത്യമായി പറയുന്നുണ്ട്. ആ ഉത്തരവ് പ്രകാരം പുറത്തു നിന്നും കൊണ്ടുവരുന്ന വീര്യം കുറഞ്ഞ മദ്യത്തിനെ ഈ നികുതി ഘടനയിൽ ഇവിടെ വിപണനം ചെയ്യുവാൻ സാധിക്കുകയില്ല. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിനോട് അന്ന് തന്നെ കർണാടകയിലെ മദ്യലോബി ഈ നികുതി ഇളവ് ആവശ്യപ്പെട്ടിരുന്നുവെന്ന വിവരം അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന തോമസ് ഐസക് ഇന്നലെ പത്രസമ്മേളനത്തിൽ പറയുകയും ചെയ്തിരുന്നു. ഏതായാലും അത് സമൂഹത്തിലുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ മുഖ്യമന്ത്രി ചിന്തിച്ചിട്ടുണ്ടോ എന്നറിയില്ല. കോൺഗ്രസിനും മുഖ്യമന്ത്രിക്കും തങ്ങളെ തേരിലേറ്റാൻ സഹായിച്ചവർക്ക് ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ എന്ന നിലയിലാണ് ഇത് പ്രഖ്യാപിച്ചതെന്നാണ് പിന്നാമ്പുറ വാർത്തകൾ. വൈകിട്ട് 6 പെഗ് മദ്യം കഴിച്ചുകൊണ്ടിരുന്ന തോമസ് ഏട്ടൻ ഘട്ടം ഘട്ടമായി മദ്യനിരോധനം കൊണ്ടുവരുന്നതിന് അതിന് സഹായമായി, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായി രാവിലെ 2, ഉച്ചയ്ക്ക് 2, വൈകിട്ട് 4 എന്ന നിലയിലേക്ക് മാറിയെന്നൊരു കഥ നാട്ടിലുണ്ട്. കേരളത്തിനെ രാസലഹരിയുടെ കേന്ദ്രബിന്ദുവാക്കി മാറ്റുകയാണ് AK ആന്റണിയും ഉമ്മൻചാണ്ടിയും ചെയ്തത്. അവരുടെ വഴിപിഴച്ച മദ്യനയമാണ് ഇതിനെല്ലാം കാരണമെന്ന് ഇനിയെങ്കിലും തിരിച്ചറിയണ്ടേ. തൂഫാൻ എന്ന് പറഞ്ഞ് ചില നടപടികളൊക്കെ തുടങ്ങി വച്ചിട്ടുണ്ട്. എങ്കിലും അതെല്ലാം വട്ടോനെയും പൂളോനെയും പിടിക്കുന്ന പണിയായി, അങ്ങനെയായി മാറി. വൻ സ്രാവുകളും തിമിംഗലങ്ങളും കടലിൽ തിമിർക്കുകയാണ്. രാസലഹരി കേരളത്തിലെത്തിച്ച് വിപണനം ചെയ്യുന്ന മുഖ്യകണ്ണികളെ, വമ്പൻ സ്രാവുകളെ തൊടാൻ പോലും ഇവർക്കാർക്കും ധൈര്യമില്ലെന്നുള്ളതല്ല, ആഗ്രഹവുമില്ല എന്നുള്ളതാണ് സത്യം. രാസലഹരി അതിൻ്റെ മുഖ്യ കണ്ണികൾ തങ്ങളെ വന്ന് കാണേണ്ട പോലെ കാണുവാൻ തലപ്പത്തിരിക്കുന്നവർ ചെയ്യുന്ന ചില ഗിമുക്കുകൾ ആണിതെല്ലാം എന്നാണ് പൊതുജന സംസാരം. മദ്യത്തിൻ്റെ പേരിൽ KM മാണിയെ അടിച്ചു വീഴ്ത്തിയവർ മദ്യത്തിൽ വീണ് തന്നെ അവസാനിക്കുമോ എന്ന് കണ്ടറിയണം. ഇപ്പോൾ തന്നെ മദ്യത്തിൻ്റെ മന്ത്രി അറിഞ്ഞിട്ടില്ലെന്നും പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട്. ഭരണക്കാർക്ക് കൈനിറയെ പണം വരണമെങ്കിൽ ഭരണം പ്രയോഗിക്കുക തന്നെ വേണം. എക്കാലത്തും അത് തന്നെയാണ് നടക്കുന്നത്. ഇവിടെ മുഖ്യമന്ത്രിയായ ധനമന്ത്രിയെ തന്നെ ബജറ്റിലൂടെ അത് ചെയ്തു. ശരിയായ ബജറ്റ് വിൽപ്പന തന്നെയെന്ന് ആർക്കും തോന്നിപ്പിക്കുകയുമില്ല. ലോട്ടറി എടുക്കാതെ തുക പോക്കറ്റിലും. വിദ്യ കയ്യിലുള്ളവന് പണത്തിന് പഞ്ഞമുണ്ടാവില്ല. കൂടെ ആളെ പിടിച്ചു നിർത്തണമെങ്കിൽ പണം തന്നെ വേണം, അതും ചാക്ക് കണക്കിന്, കുറച്ചൊന്നും പോരാ. എറണാകുളത്തെ ബാർ മുതലാളി വില കുറഞ്ഞ മദ്യത്തിന് കൗണ്ടർ സൃഷ്ടിച്ചതുപോലെ ഇനി വീര്യം കുറഞ്ഞ മദ്യത്തിനൊരു കൗണ്ടർ കൂടി സൃഷ്ടിച്ച് ഭാവി തലമുറയ്ക്ക് വഴികാട്ടികളാകാം. സർക്കാർ അതിന് മുൻകൈ എടുക്കണം. കൂടെ 50,000 രൂപ ഫീസും ചുമത്തണം. ദാസ, നമുക്ക് ഈ ബുദ്ധി എന്തേ നേരത്തെ തോന്നാത്തതെന്നാണ് ഇടതുപക്ഷത്തെ ചില ബുദ്ധിജീവികൾ ഇപ്പോൾ ചിന്തിക്കുന്നത്.